അഴിമതിയെ എതിർത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട യുവ ഉദ്യോഗസ്ഥനെ വാഴ്ത്തപ്പെട്ടവനാക്കി പ്രഖ്യാപിക്കും. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നുള്ള യുവ സിവിൽ ഉദ്യോഗസ്ഥനായ ഫ്ലോറിബർട്ട് ഗ്യാന ചുയി ബിൻ കോസിറ്റിയാണ് അൾത്താരയിലേക്ക് ഉയർത്തപ്പെടുന്നത്. റുവാണ്ടയിൽ നിന്ന് മോശം അരി ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമത്തെ എതിർത്തതിനാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. ഫ്ലോറിബർട്ടിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള കൽപ്പന പ്രഖ്യാപിക്കാൻ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള ഡിക്കാസ്റ്ററിയെ അധികാരപ്പെടുത്തി. 1981 ജൂൺ 13 ഗോമയിൽ ജനിച്ച അദ്ദേഹം 2007 ജൂലൈ 8 കൊല്ലപ്പെട്ടത്. ചരക്കുകളുടെ ഗുണനിലവാരം, അളവ്, അനുരൂപത എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള പൊതുസ്ഥാപനമായ കോങ്കോളീസ് കൺട്രോൾ ഓഫീസിൻ്റെ ഗോമ ഓഫീസിലാണ് ഫ്ലോറിബർട്ട് ജോലി ചെയ്തിരുന്നത്. തൻ്റെ ചുമതലകൾക്കിടയിൽ റുവാണ്ടയിൽ നിന്ന് കേടായ അരി ഇറക്കുമതി ചെയ്യുന്നതിനെ അദ്ദേഹം എതിർത്തു. അഴിമതിക്കാരായ ലോബികൾ കൈക്കൂലി വാഗ്ദാനം ചെയ്തിട്ടും ഫ്ലോറിബർട്ട് വിസമ്മതിച്ചു. പണം വാഗ്ദാനം ചെയ്തത് പിന്നീട് ഭീഷണിയായി മാറിയെങ്കിലും യുവ ഉദ്യോഗസ്ഥൻ വഴങ്ങിയില്ല. 2007 ജൂലൈ 7 അജ്ഞാതരായ ആക്രമികൾ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി. ജൂലൈ 9 തട്ടിക്കൊണ്ടുപോകൽ നടന്ന സ്ഥലത്ത് നിന്ന് വളരെ അകലെയുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തി. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഫ്ലോറിബർട്ട് കടുത്ത പീഡനങ്ങൾക്കും മർദ്ദനത്തിനും ഇരയായതായി പിന്നീട് സ്ഥിരീകരിച്ചു. ദൈവത്തോടും സഭയോടും വിശ്വസ്തനായിരുന്ന ഫ്ലോറിബർട്ട് മതപരമായ ഉത്സാഹവും സുവിശേഷത്തിൻ്റെ പഠിപ്പിക്കലുകൾക്ക് അനുസൃതമായി ജീവിക്കാനുള്ള ആഗ്രഹവും കൊണ്ട് അദ്ദേഹം വ്യത്യസ്തനായിരുന്നു.